പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, സുഖമായിട്ടിരിക്കുന്നു. വചനധാരയുടെ 364 ദിവസം കേട്ടോ. ചൊവ്വാഴ്ച മനോഹരമായിട്ട് തീരേണ്ട ഒരു ദിവസം. പലപ്പോഴും ഇന്നത്തെ ലോകത്തിലെ വലിയ ടെൻഷൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ വെറുതെ ഉത്കണ്ഠയിലൂടെ കടന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയുടെ വലിയൊരു പരാതി വെച്ചാൽ കുറച്ച് ദിവസമായിട്ടുള്ള 3-4 മാസം എപ്പോഴും കുടി മാത്രമല്ല മനുഷ്യൻ. അത്ര വലിയ സാമ്പത്തികമൊന്നുമുള്ള വീട്ടുകാരൊന്നും അല്ല. എന്ത് ചെയ്യാൻ? സംസാരിച്ച ഭയങ്കര ടെൻഷൻ വെച്ച ബിസിനസ് മേഖലയിൽ പ്രതീക്ഷിച്ച ചില മേഖലകളിൽ നിന്നൊക്കെ തിരിച്ചടികൾ കിട്ടിയതിൻ്റെ വലിയൊരു ടെൻഷൻ കാരണം നശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മദ്യപാനത്തിന് നമ്മൾ എന്തൊക്കെ കാരണം പറഞ്ഞു നശിച്ചുകൊണ്ടിരിക്കുക. മത്തായിയുടെ സുവിശേഷം നിന്ന് വചനധാരയുടെ 364 ദിവസം നിന്റെ ബലഹീനതകളും രോഗങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ക്രിസ്തുവുണ്ട്, ഒരു അത്താണിയുണ്ട് എന്ന് നമ്മൾ മറന്നുപോയേക്കുക. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഇണയോട്, ക്രിസ്തുവിനോട്, അയൽപ്പക്കക്കാരോട്, അല്ലെങ്കിൽ നമ്മുടെ നല്ലതുച്ഛിക്കുന്ന വ്യക്തികളോട് തീരുമാനിക്കാനും അവരോട് കൂടിയാലോചിക്കാനുമായിട്ട് നമ്മൾ മറന്നു പോകുക. പ്രത്യേകിച്ച് ക്രിസ്തുവിനോട്. അമിതമായി ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ഒന്നും നിനക്ക് നേടാൻ സംഭവിക്കില്ല. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമായിട്ട് മാറും. പ്രത്യേകിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായി സന്തോഷമോ അമിതമായി ദുഃഖമോ അമിതമായി ഏതെങ്കിലും മേഖലകളിൽ നിനക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ പതറിപ്പോകാതിരിക്കുക. വിശുദ്ധ വേദഗ്രന്ഥത്തിലില്ലാത്ത പരിഹാരമൊന്നുമില്ല കേട്ടോ. ബൈബിൾ അങ്ങ് എടുത്തു വായിച്ചേക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വൈദികരിലൂടെ വലിയൊരു മാറ്റങ്ങൾ പലരിലും ഉണ്ടാക്കണം കേട്ടോ. ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ ചില കുടുംബ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വൈദികരെ നമ്മൾ ഒന്ന് അതിൽ ഉൾപ്പെടുത്തുന്നത് വലിയൊരു മാറ്റമാണ്. ജനത്തിനും ക്രിസ്തുവിനും മധ്യസ്ഥരായിട്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ വിഭജിക്കുന്ന ആ ബലഹീന കരങ്ങളാണെങ്കിലും അതിലൂടെ കർത്താവ് പ്രവർത്തിക്കാനുള്ള വലിയൊരു സാധ്യതകളുണ്ട്. തിരിച്ചറിയുക, നീ ഒറ്റയ്ക്കല്ല. മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നിന്റെ കുടുംബമുണ്ട്, എല്ലാവരെയും ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. വിഷമങ്ങൾ വരുമ്പോൾ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്രിസ്തുവിനെ കൂടി ചേർത്ത് പിടിക്കുക. മറന്നു പോയേക്കരുത്. നല്ലൊരു ദിവസം. പ്രത്യേകിച്ച് എല്ലാ വ്യക്തികളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായൊരു ദിനമാകട്ടെ. ചൂടിൻ്റെ മേഖലയിലൊക്കെ ഉണ്ട്, അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഈ ദിവസങ്ങളിൽ വെള്ളം ലഭിക്കാനായിട്ട് കുറേ മക്കൾ ഒരൊന്ന് സമർപ്പിക്കുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ കുറേ കുടുംബങ്ങൾ സ്കൂളുകൾ തുറക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. സാമ്പത്തികമായിട്ട് പുതിയ സ്കൂളുകൾ നേടുന്നവരെ, കുഞ്ഞുങ്ങളെ തയ്യാറാക്കാനായിട്ട് സാമ്പത്തിക മേഖലയിൽ തയ്യാറെടുക്കുന്നവരെ, ഈ മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് സ്കൂള് തുറക്കാനായിട്ട് തയ്യാറെടുക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് വലിയ കുറേ ആളുകൾ സഹായം ആവശ്യപ്പെടുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്. രോഗികളെ എല്ലാവരെയും ഈശോയുടെ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയപ്പെടട്ടെ. മനോഹരമായ ദിനമാകട്ടെ. ഞാൻ എപ്പോഴും പറയും, വൈദികർക്ക് വേണ്ടി കൂടി ശക്തമായിട്ട് പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. ഇടയിലൂടെ കർത്താവ് നമ്മുടെ സഭ വികാസം പ്രാപിക്കാൻ, വളർച്ച പ്രാപിക്കാൻ, ആത്മീയമായിട്ട് ഉയരാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ആമേൻ. ചേർന്ന് പറഞ്ഞേക്കാമോ? യേശുവേ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.